എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ നീയ. ഇത് എൻ്റെ കൂട്ടുകാരി ഗ്രേസ്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ടീച്ചർ കുളത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ കുളം എന്താണെന്ന് മനസ്സിലായില്ല. കേട്ടത് വെച്ച് ഞങ്ങൾ പലതും ഓർത്തെടുത്തു. വീട്ടിൽ വന്ന് ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ പപ്പ എൻ്റെ കൂട്ടുകാരിയായ ഗ്രേസിനെയും കൂട്ടി ഞങ്ങളുടെ അടുത്തുള്ള ഒരു അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ മനോഹരമായ ഒരു കുളം കണ്ടു. അത് വർഷങ്ങളായുള്ള കുളമാണെന്നാണ് അവർ പറഞ്ഞത്. ആ കുളത്തിലേക്ക് ഞങ്ങൾ ആകാംക്ഷയോടെ നോക്കി. ഈ കുളമാകെ നിരീക്ഷിച്ചു. ആദ്യം കുറേ മീനുകളെയാണ് കാണാനായത്. പിന്നീട് മുതിർന്നവരുടെ സഹായത്തോടെ കൂടുതൽ നിരീക്ഷിച്ചപ്പോൾ മറ്റു കുറേ ജീവികളെയും കണ്ടു. മീനുകൾ, ഞണ്ട്, തവള, ഞവണിക്ക, നീർക്കോലി, പായലുകൾ, ആമ്പൽ, താമര, കുളവാഴ തുടങ്ങിയ ജലസസ്യങ്ങൾ മുതലായവയും കാണാൻ സാധിച്ചു. കുളത്തിലെ മണ്ണ്, ചെളി, ചെറുകല്ലുകൾ എന്നിവയും കാണാൻ സാധിച്ചു. അതിനുശേഷം കുളത്തിലെ വെള്ളത്തിലിറങ്ങണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടായി. പപ്പേൻ്റെ കൈ പിടിച്ച് ഞങ്ങൾ പതിയെ വെള്ളത്തിൽ ചവിട്ടി. അയ്യോ, അപ്പോൾ മീനുകളെല്ലാം എവിടെയോ ഒളിച്ചു. ഞങ്ങൾക്കാകെ സങ്കടമായി. അപ്പോൾ ആ അങ്കിൾ പറഞ്ഞു, അവ ചെറു ജലസസ്യങ്ങളുടെയും ഉരുളൻ കല്ലുകളുടെയും കുളത്തിൻ്റെ അടിത്തട്ടിലെ മണ്ണിലും ഒളിച്ചെന്ന്. അത് ഞങ്ങൾക്ക് കൗതുകം ഉണർത്തുന്ന അറിവായിരുന്നു. അതുപോലെ ഈ കുളത്തിലെ മീനുകളും മറ്റെന്തൊക്കെയായിരിക്കും ഭക്ഷണമാക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ അടുത്ത സംശയം. അതിനുള്ള ഉത്തരവും ഞങ്ങൾ കണ്ടെത്തി. കുളത്തിലെ ചെറു സസ്യങ്ങളെ ആഹാരമാക്കുന്ന ചെറുജീവികളുണ്ട്. ഉദാഹരണമായി തവളയുടെ വാലുമാക്രികൾ, ചിലതരം ഒച്ചുകൾ, ജലത്തിലെ ചെറുപ്രാണികൾ എന്നിവയും അതുപോലെ മറ്റ് ചെറുജീവികളെയും മത്സ്യങ്ങളെയും ആഹാരമാക്കുന്ന വലിയ മത്സ്യങ്ങൾ, തവളകൾ, നീർക്കോലികൾ എന്നിവയും ഉണ്ട്. ചീഞ്ഞൊലിയുന്ന ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിലും വെള്ളത്തിലും ലയിപ്പിക്കുന്ന ബാക്ടീരിയകളും ഫംഗസുകളും ഇവ പോഷകങ്ങളാക്കി മാറ്റുന്നു. ഈ പോഷകങ്ങൾ വീണ്ടും സസ്യങ്ങൾ ഉപയോഗിക്കുന്നു. ഇവ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നു. തീർച്ചയായും ഒരു കുളം എന്നത് വളരെ ചെറിയ ഒരു ആവാസമാണ്. അവിടെ ജീവനുള്ളതും അല്ലാത്തതുമായ ഘടകങ്ങൾ പരസ്പരം ആശ്രയിച്ച്
ജീവിക്കുന്ന ഒരു കൗതുകം നിറഞ്ഞ ജൈവവൈവിധ്യമാണ്.